അച്ചു, മണി 8:30 പിള്ളേർക്ക് വല്ലതും കഴിക്കാൻ കൊടുക്കണ്ടേ? തൊട്ടടുത്ത് തന്നെ ഒരു ഹോട്ടലുണ്ട്, നമുക്ക് അവിടെ അങ്ങോട്ട് കയറാം. സാറേ അങ്ങോട്ടിരിക്കാം. അപ്പാ നമ്മളെപ്പോഴാ അവിടെ എത്തുന്നേ? ഒരു 2-2.5 മണിക്കൂർ എടുക്കുമായിരിക്കും. ഉദ്ദേശം ഒരു 11 മണിയാകുമ്പോഴത്തേക്കിന് എത്തുമായിരിക്കും. മഴ പെയ്യാതിരുന്നാ മതിയായിരുന്നു. മഴ പെയ്യട്ടെ. ഇടി മഴ കഴിഞ്ഞുള്ള കോടമഞ്ഞുണ്ടല്ലോ, അതൊന്ന് കാണണം, അനുഭവിച്ചറിയേണ്ടത് തന്നെ. പിള്ളേർക്ക് നല്ല ഫീലിംഗ് ആയിരിക്കും. സാർ എന്താണ് കഴിക്കാൻ വേണ്ടത്? എന്നാ ഉള്ളേ? അപ്പം മസാല ദോശ, പൊറോട്ട. എന്തോ വേണ്ടേ? അപ്പമാണോ പൊറോട്ടയാണോ? പൊറോട്ടയോ? കറി എന്നാ വേണ്ടേ? ബീഫോ? ബീഫ് മതിയോ? ബീഫ്. ചേട്ടാ 10 പൊറോട്ട, 2 ബീഫ് റോസ്റ്റ്. ഇപ്പം ഇത് മതിയേ? ഇച്ചിരി വേഗത്തിലെടുക്കണം. ശരി. ഓക്കെ. ഈ പൊറോട്ടയ്ക്ക് എന്നാ നല്ല ടേസ്റ്റ്. നെയ്യ് ചുട്ടാന്ന് തോന്നുന്നു. നല്ല ടേസ്റ്റ് ഉണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട്. എങ്ങനെയുണ്ടോ? അച്ചു, അച്ചു, എന്തോ ഈ സസ്പെൻഡഡ് മീൽസ്? വാ നമുക്ക് കൗണ്ടറിൽ ചോദിക്കാന്നേ. എല്ലാം ഓക്കെ അല്ലേ സാർ? നന്നായിരുന്നു. ഫുഡ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? അവിടെ എന്താ ഒരു സസ്പെൻഡഡ് മീൽസ്? അതോ സാറിനറിയാമല്ലോ, നമ്മുടെ നാട്ടിൽ ഒരുപാട് പേര് ഭക്ഷണമില്ലാതെ കഷ്ടപ്പെടുന്നുണ്ടല്ലോ. അതിപ്പം പറയുവാണെങ്കിൽ ഭർത്താവ് ഉപേക്ഷിച്ച് പോയ സ്ത്രീകളുണ്ട്, പിന്നല്ലാതെ അപകടത്തിൽപ്പെട്ട് ഒരു കാര്യവും ഒരു വർക്കും ചെയ്യാൻ പറ്റാത്ത ആളുകളുണ്ട്. പിന്നെ അതുകൂടാതെ തന്നെ നമ്മളിപ്പോൾ പറയുകയാണെങ്കിൽ ഇവിടെ അടുത്ത് തന്നെയാണ്, ഈ റോഡിനടുത്ത് 3 പെൺമക്കളുള്ള ഒരു പ്രായമായ ഒരു അമ്മയുണ്ട്. അവർക്കാണെങ്കിൽ 3 പേരും മാനസിക രോഗികളാണ്. അങ്ങനെയുള്ളവർക്കായി തുടങ്ങിയൊരു പദ്ധതിയാണ്. വിദേശ രാജ്യങ്ങളൊക്കെ ഇത് സർവ്വസാധാരണ, അതുകൊണ്ട് തന്നെയാണ് ആ പേര് തന്നെ ഇട്ടിരിക്കുന്നത്. പിന്നെ നമ്മൾ പറയുമല്ലോ, നമ്മുടെ ഇവിടെ വരുന്ന ആളുകൾ, അതുകൂടാതെ നമ്മുടെ സ്റ്റാഫ്, അവരെല്ലാം കൂടി ചേർന്നൊരു ചെറിയ എമൗണ്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ചില കസ്റ്റമേഴ്സും സഹകരിക്കുന്നുണ്ട്. ഇത് വെച്ചു. ഓക്കെ. സാറേ ആ പേര് സാറേ പേരൂടെ. അതൊന്നും വേണ്ടേ. സാറേ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ആളാ. ഓക്കെ. മർത്യജീവിതത്തെ തേജോമയമാക്കി മാറ്റിടും കാരുണ്യസാഗരമതാ ദാനധർമ്മം. ഹൃത്തിൽ നന്മതൻ ആരാമമുണ്ടെങ്കിൽ ദാനധർമ്മത്തിൻ പൂക്കൾ വിരിഞ്ഞിടും.
ദാനധർമ്മത്തിൻ പൂക്കൾ വിരിഞ്ഞിടും. അവനിയിൽ വന്നു പോകുമീ യാത്രയിൽ ശിഷ്ടമെന്തെന്നുള്ള ചോദ്യം ഉയരവേ സൽകൃത്യ സമ്പാദ്യ ശേഖരം മാത്രം ശേഷിപ്പു നമ്മൾ തൻ ശേഷിപ്പാ.